ഞാൻ പറയാം. അങ്ങ് ദൂരെ ഹിമവാന്റെ മടിത്തട്ടിൽ നല്ല മഞ്ഞും കുളിരും ഒക്കെ ഉള്ള സ്ഥലത്ത് അല്ലടാ? അല്ല അല്ല പിന്നെ ചിറാപ്പൂഞ്ചിയ ആന്ന്. ഏകദേശം ഒരു 45 ഡിഗ്രി ചൂടുള്ള സ്ഥലം. ഈ ചൂടിലും നല്ല കുളിര് വരുന്നൊരിടം. ആര് കോരും? പോടാ, ലിറ്ററലി ഹെവൻ. അതേത് സ്ഥലം? അടിമാലി. അടിമാലിയിലെ ചന്ദ്രികയോ? അതൊന്നും അല്ലടാ, ഖജുറാഹോ. അങ്ങനെ ഇരുന്നപ്പോ ഒറ്റയ്ക്ക് ഒരു ഹിമാലയൻ ട്രിപ്പ് അടിക്കണം തോന്നി. ബൈക്ക് എടുത്ത് അങ്ങ് വിട്ട് മൈസൂരിൽ നിന്നൊരു കമ്പനി കിട്ടി. ഒരു കിടിലൻ ഐറ്റം, പേര് ചാർലി. നമ്മളൊന്നും ഒന്നുമല്ല അളിയാ. അതെ, നീ ഒന്നുമല്ലായിരിക്കും. ഞങ്ങളൊക്കെ അടിപൊളിയാ കേട്ടാ. അല്ല, ഞാനൊന്ന് പറയട്ടെ. ഞങ്ങൾ കുറെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അടിച്ചു പൊളിച്ച് ഞങ്ങൾ മധ്യപ്രദേശിലെത്തി. പുള്ളി ഗൈഡായിരുന്നോ? കബൂർ സീനാണെന്നുണ്ടെങ്കിൽ ഞാൻ നിർത്തി. പറയടാ. അലമ്പാക്കാണെങ്കിൽ ഞാൻ പറയണില്ല. പറ. മധ്യപ്രദേശിലെ ഖജുറാഹോ. രതിശില്പങ്ങൾ തീർത്ത ഖജുറാഹോ പഠിച്ചിട്ടുണ്ട്. സോഷ്യൽ സ്റ്റഡീസ്. ആ ഖജുറാഹോയില് ഞങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ചാർലി ഒരു ഗ്രാമത്തിൽ കൊണ്ടേ ദേവലോകത്തുനിന്ന് ഇറങ്ങി വന്ന സുന്ദരികളെ പോലെ. എടാ മറ്റേ മഹാഭാരതത്തിന്റെ സെറ്റില്ലേ സീരിയലാകണം, അതെന്ത് അല്ല ഇത് മറ്റേ മൈസൂര് എന്ന് പണ്ടല്ല. ഐറ്റത്തിന് എന്ത് സാധനം കിട്ടി മണപ്പിച്ചു അതില് പോയി. ചാർലി ഈ സീനാണെന്നുണ്ടെങ്കിൽ ഞാൻ കഥ പറയണില്ല. വേണ്ട, നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലോ. വേണ്ട, ഇത് കാണ്. നിനക്കൊന്നും വിശ്വാസമില്ലല്ലോ. പോയ വീഡിയോ കാണിച്ചു നോക്കട്ടെ. ഒരു 2 വീക്സ് നീണ്ടു നിൽക്കുന്ന ഒരു ഹണിമൂൺ, ഒരു ദേവദാസി സമ്പ്രദായം. അത് കഴിഞ്ഞിങ്ങ് പോന്നു. കല്യാണം കഴിഞ്ഞ് 2 ആഴ്ചയിൽ ഡിവോഴ്സ്. കലക്കൻ. അവിടെ തീർന്നുമല്ല. ഇനി ആരും അന്വേഷിച്ചു വരുന്നില്ല. ഒരാളുടെ ഭാര്യയായി കഴിഞ്ഞാൽ പിന്നെ കുലത്തൊഴിൽ. കുലമഹിമ എന്നൊക്കെ പറയാൻ പോലെ അവരുടെ ഒരു ദേവദാസി ഫാമിലി. എനിക്കിത് കേട്ടിട്ടൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഉണ്ടോ? ഗ്രാമങ്ങളുടെ ഇന്ത്യ നമ്മൾ കണ്ടെത്തണ ഗ്രാമങ്ങൾ. നിനക്ക് പിന്നെ പോവാൻ തോന്നിയില്ലേ? തോന്നി. അവളെ മറക്കാൻ വേറൊരു ഫീലാണ്. ഇങ്ങനൊരു എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഐ ലോസ് മൈ സെൽഫ്. ഈ 2 ആഴ്ച ഡിവോഴ്സ് ഒക്കെ ഒരിക്കലും നടക്കാത്ത കാര്യമല്ലേ? ഇവന്റെ കാര്യം ഉണ്ടൊന്നും പറയാനും പറ്റൂലോ. പുല്ലും 1 മണിയായാ. നീ ഉറങ്ങിയില്ലല്ലേ? എങ്ങനെ ഉറങ്ങാനാ? എന്ത് പൊളിയാണല്ലേ? എത്ര ടൈപ്സ് ഓഫ് ചിക്സ് ആണല്ലേ മച്ചാനെ? ഇവൻ തള്ളിയായിരിക്കോ? അവൻ ആ കഥ പറഞ്ഞപ്പോ അവന്റെ മനസ്സിൽ വന്ന ഫീലിങ്സ് കണ്ടില്ലേ? സത്യൊരിക്കടോ. അതാണ്. അതെ, നമുക്ക് പോയാലോ അങ്ങോട്ട്? അതിൽ സംശയമില്ല, നമ്മൾ എന്തായാലും പോകും. ഇപ്പൊ അന്വേഷിക്കാനാണെങ്കിലും പോകും. നോക്കണത് മധ്യപ്രദേശ് ഹണിമൂൺ. ഇതാരാ വിളിക്കണേ നോക്കി? ഒലക്കുട്ടി.